20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഇസ്ലാമിക് നേതാക്കൾ ടെമ്പിൾ മൗണ്ടിൻ്റെ മേലുള്ള ആ യഹൂദ പൈതൃകത്തെ അംഗീകരിച്ചിരുന്നു. 1924 യെരുശലേമിലെ സുപ്രീം മുസ്ലിം കൗൺസിൽ ഒരു പാംഫ്ലെറ്റ് പബ്ലിഷ് ചെയ്തിരുന്നു, എ ബ്രീഫ് ഗൈഡ് ടു അൽ ഹറാം അൽ ഷരീഫ്. അതിൽ 4-ാമത്തെ പേജിൽ പറയുന്നത് ആ സ്ഥലത്തിൻ്റെ ഐഡൻറ്റിറ്റി ശലോമോൻ്റെ ദേവാലയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ സ്ഥലത്ത് തന്നെയാണ് ദാവീദ് ആ യാഗപീഠം പണിതതും അവിടെ യാഗങ്ങളെ അർപ്പിച്ചതെന്നും അവരുടെ തന്നെ പാംഫ്ലെറ്റ് പറയുന്നു. ഇനിയും ഭൂഗർഭത്തിലുള്ള ആ സ്ട്രക്ചേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ആ പാംഫ്ലെറ്റ് പറയുന്നത് ആ സ്റ്റെയർ കേസ് ലീഡ് ചെയ്യുന്നത് വളരെ വിശാലമായിട്ടുള്ള സബ്സ്ട്രക്ചേഴ്സിലേക്കാണ്. അതിൻ്റെ പേര് തന്നെ ശലോമോൻ്റെ സ്റ്റേബിളുകൾ. അതിൻ്റെ കാലപ്പഴക്കം തന്നെ ശലോമോൻ്റെ ദേവാലയത്തോളം കാലപ്പഴക്കമുണ്ടെന്ന്. 1927 ഒരു വലിയ ഭൂമികുലുക്കത്തിൽ അലക്സ ആ മോസ്കിന് കുറച്ച് നാശങ്ങൾ സംഭവിച്ചു. അതിൻ്റെ റൂഫ് ഇടിഞ്ഞു വീഴും, അതിൻ്റെ റൂഫ് ബീംസ് മാത്രം നിലനിന്നു. അപ്പോൾ റിപ്പയർ വർക്കിൻ്റെ സമയത്ത് ആർക്കിയോളജിസ്റ്റുകൾ ആ സ്ഥലമെല്ലാം എക്സാമിൻ ചെയ്തു. അവർ കണ്ടത് സൈപ്രസ് തടിയും ലെബനോൻ്റെ കേദാർ മരം കൊണ്ടുണ്ടാക്കിയ ബീമുകൾ. അതിൻ്റെ പ്രായം പരിശോധിച്ചപ്പോൾ 9-ാം നൂറ്റാണ്ട് BC. ആ സമയത്തായിരുന്നല്ലോ ശലോമോൻ രാജാവ് ആ തടിയെല്ലാം ഉപയോഗിച്ച് ആദ്യത്തെ യഹൂദ ദേവാലയം പണിതത്. അവർ വീണ്ടും കണ്ടുപിടിച്ചത് ഒരു സബ്റ്ററേനിയൻ പാസേജ്, ഭൂഗർഭ പാസേജ് വടക്കിലേക്കാണ് അത് പോകുന്നത്. ഡബിൾ ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിൽ നിന്നും വന്നിട്ട് ടെമ്പിൾ മൗണ്ടിൻ്റെ സെൻറ്ററിലേക്ക് നീങ്ങുകയാണ്. ഈ ഡബിൾ ഗേറ്റ് എന്ന് പറയുന്നത് തന്നെ യഹൂദ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഒരു ഭാഗമായിരുന്നു. അവർ വീണ്ടും കണ്ടത് ഈ ഭൂഗർഭ പാസേജിനെ ഹോൾഡ് ചെയ്യുന്ന ആ പില്ലേഴ്സ്, അതിൻ്റെ മേലുള്ള ആ കൊത്തുപണിയെല്ലാം പരിശോധിച്ചു. അതെല്ലാം തന്നെ യഹൂദ ദേവാലയത്തിൻ്റെ സമയത്തിൽ നിന്ന് വരുന്നതാണ്. പിന്നെയും എക്സ്കവേഷനുകളൊക്കെ നടത്തിയപ്പോൾ യഹൂദരുടെ 2-ാം ദേവാലയത്തിൻ്റെ സമയത്തിൽ നിന്ന് വരുന്ന ഒരു ജൂയിഷ് റിച്വൽ ബാത്ത്, ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്ഥലം അവർ കണ്ടുപിടിച്ചു. പിന്നെ അവർ കണ്ടത് ഒരു മൊസൈക്ക്, അതായത് പിൽക്കാലത്ത് അവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ബൈസന്റൈൻ പള്ളിയുടെ ഭാഗമായിരുന്നു വന്ന മൊസൈക്ക്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും, ഇസ്ലാം ഒക്കെ വരുന്നതിനൊക്കെ ഒത്തിരി മുമ്പ് തന്നെ ടെമ്പിൾ മൗണ്ടിൻ്റെ നിയന്ത്രണം യഹൂദ കൺട്രോളിൻ്റെ കീഴിൽ തന്നെ ആയിരുന്നുവെന്ന്.